ഇത് നമ്മളിപ്പം അതിരപ്പള്ളിയാണ് കേട്ടോ. നല്ല മഴയാണ്, നല്ല അടിപൊളി മഴയാണ്. ഇപ്പം മഴയത്ത് പിന്നെ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരപ്പള്ളി, വാൽപ്പാറ, മലക്കപ്പാറ റൂട്ടല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇത് നല്ല തിരക്കാണ്. എല്ലാവരും മഴ ആസ്വദിക്കാൻ ഇറങ്ങിക്കോട്ടോ. പൊള്ളി വൈബാണ്. അപ്പോൾ നമ്മളൊരു കോട്ട കിട്ടി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി കാണാം. പാർക്കിംഗ് ഈ അടുത്തൊന്നും കിട്ടിയില്ല കേട്ടോ. നല്ല ദൂരെ പാർക്കിംഗ്. താഴെ കണ്ടോ, നിറച്ച് വണ്ടികളാണ്. പാർക്കിങ്ങൊക്കെ ഒരുപാട് ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വന്നേ. താഴേന്ന് തൊട്ടേ ബ്ലോക്കാണ് വണ്ടികളുടെ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാനായിട്ട്. ഇതാണ് കേട്ടോ ടിക്കറ്റ് ചാർജൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളുള്ളൂ, അതുകൊണ്ട് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് തന്നെ. പിന്നെ ഇവിടുന്ന് എൻട്രൻസ് ഉണ്ട്, നമുക്ക് അകത്തോട്ട് കയറാം. പയ്യെ കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ ഒന്ന് ഒതുങ്ങി, എന്നാൽ ഏത് നിമിഷം മഴ പെയ്യും. തിരക്കുണ്ടോ. നമ്മളിവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ സൗണ്ട് കേട്ടോ, വെള്ളം ചാടുന്ന സൗണ്ട്. നല്ല കുത്തി ചാടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും നമുക്ക്. ഇവിടെ അടുത്തെത്താറാകുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറിയ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ താഴെ കാണുന്നതാണ്. നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു വഴിയുണ്ട്. ഈ വഴി ഇറങ്ങിപ്പോയാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വരെ എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് താഴോട്ട് ഇറങ്ങാം. ഇതിൽ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും കിട്ടും. നമ്മളെന്തായാലും താഴോട്ട് പോവാണ്. താഴോട്ട് പോകാനുള്ള വഴി ഇതാണ്. ഇതിലിറങ്ങി നമുക്ക് അതിൻ്റെ താഴത്തോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇറക്കമൊക്കെ ഇറങ്ങിയിട്ട് വേണം താഴത്തോട്ട് പോകാൻ. ഈ കാണുന്നുണ്ടോ താഴെ ആളുകൾ നടന്നു വരുന്നുണ്ടോ. ഇതിലിങ്ങനെ നടന്നു വന്ന് അതെ വെള്ളച്ചാട്ടം പയ്യെ കണ്ടു തുടങ്ങി. ഏകദേശം മുകളിൽ നിന്ന് ഒരു 300 മീറ്ററോളം താഴത്തോട്ട് നടക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വഴി. അപ്പോൾ നമ്മൾ താഴെ എത്തിട്ടോ. ഇങ്ങനെയുണ്ട് താഴെ നിന്നുള്ള വ്യൂ. അപ്പോൾ ഈ കാണുന്നതാണേ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്നുള്ള വ്യൂ, ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടുത്തെ തിരക്കുണ്ടോ. മാക്സിമം ശനി ഞായറൊക്കെ ഒഴിവാക്കിയിട്ട് വരിക. ശനി ഞായറൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തിരക്ക് കുറഞ്ഞു കിട്ടും. നല്ല തിരക്കാണ്. കേരളീയരെക്കാളും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കേട്ടോ ഇന്ന് ഞാൻ നോക്കിയിട്ട് കൂടുതലും പേര്. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് താഴെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട്
തിരിച്ച് മുകളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുളിക്കാൻ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, ലേഡീസിനൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരുപാട് പേര് വന്ന് കുളിക്കുന്നുണ്ട്. ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല, സേഫായിട്ട് നിങ്ങൾ നിന്നാൽ മതി.